നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസറാണ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി റീൽസ് അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ വീഡിയോസിൽ യൂസ് ചെയ്യുന്നത് എന്നാൽ ആരും ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതാണ് എൻ്റെ ഫോണിനകത്തുള്ള ഇൻബിൽറ്റ് ക്യാമറ ആപ്പ് ആൻഡ് ഇതാണ് ഫിൽമിക് പ്രോ ആപ്പ്. ഈ ഒരു ആപ്പ് എന്ന് പറയുന്ന ഒരു സ്നാപ്പ് ഫിൽറ്ററോ അല്ലെങ്കിൽ നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന B612 യുക്യാം പെർഫെക്റ്റോ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇതൊരു മാനുവൽ ക്യാമറ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഓപ്പൺ ക്യാമറ പ്രോട്ടേക്ക് ഒക്കെ പോലത്തെ ഒരു മാനുവൽ ക്യാമറ ആപ്പ്. ഇപ്പം വരുന്ന എല്ലാ ഫോണിനകത്തും ക്യാമറയിൽ തന്നെ മാനുവൽ മോഡ് അല്ലെങ്കിൽ പ്രോ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തത്. അതിനകത്ത് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ISO, ഷട്ടർ സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങളും. അത് മാത്രമല്ല ഇപ്പോൾ ഈവൻ ഷോമി ഫോൺസൊക്കെ ലോ പ്രൊഫൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇപ്പം വരുന്ന iPhone 15-നകത്തും ഈ ലോ പ്രൊഫൈൽ വരുന്നുണ്ടെന്നാണ്. പക്ഷേ ഇതിലൊന്നും ഇല്ലാത്ത മറ്റ് മാനുവൽ ക്യാമറ ആപ്ലിക്കേഷനകത്തും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വീഡിയോസ് എടുക്കാൻ വേണ്ടിയുള്ള 2 ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ കണ്ടിട്ടുള്ളൂ. സോ ആ ഒരു ഓപ്ഷൻ ഏതാണെന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സെറ്റിംഗ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഫിൽമിക് പ്രോ ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സിനകത്ത് റെസൊല്യൂഷനകത്ത് നിങ്ങളെ മാക്സിമം 180p ആണ് 180p, നിങ്ങളെ മാക്സിമം 4K ആണ് 4K അതിനകത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് ഡിവൈസിനകത്ത് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് നോയ്സ് റിഡക്ഷനും ഷാർപ്നെസ്സും അത് രണ്ടും നിങ്ങൾ കുറച്ച് വെക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ആകെ കണ്ടുള്ളത് നിങ്ങൾക്കൊന്ന് പ്രോട്ടേക്കിനകത്താണ്. ഒരു ആപ്ലിക്കേഷനകത്ത് ഇത് കണ്ടില്ല. ഈ ഒരു സാധനം നിങ്ങൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് ആ ഒരു റൗണ്ട് സൈക്കിൾ നിങ്ങൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് സംഭവം വരുന്ന കാണാം. ആ ഒരു ലിവർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 1/16 വരുന്ന രീതിയിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ആ നമ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളർ വരും, അത് ലോക്കായി. അതിനുശേഷം അതിന്റെ മുകളിലുള്ളത് 100-ലും 500-ന്റെ ഇടയിലുള്ള നമ്പർ കൊടുത്തിട്ട് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഡാർക്ക് ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ നിങ്ങൾ ഷൂട്ട് ചെയ്യുക. പുറത്തുനിന്നാണെങ്കിൽ അകത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ലൈറ്റ് ഭയങ്കര കുറവാണെന്നെങ്കിൽ ലൈറ്റുള്ള സ്ഥലത്ത് നിന്നൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്യുക. എന്നിട്ട് ആ 100-ന്റെയും 500-ന്റെ ഇടയിലാണ് നിങ്ങൾ വെക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഫിൽറ്റർ ഓപ്ഷനകത്ത് നിന്ന് നിങ്ങൾ ലോ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഫോണിനകത്ത് ലോ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ടോ, പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിട്ടായിരിക്കും ഇതിനകത്ത് ലോ പ്രൊഫൈൽ. അതിനകത്ത് ഒരുപാട് വേർഷൻസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ ആഡ് ചെയ്യുന്നതിന് ഫ്ലാറ്റ് ലുക്കിലാണ് കേട്ടോ, പക്ഷേ നിങ്ങൾക്ക് എഡിറ്റിംഗിൽ ഭയങ്കര ഉപകാരമാണ്. പിന്നെ നിങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് നോക്കൂ. റെക്കോർഡ് ചെയ്യാൻ മെയിൻ തിങ് എഡിറ്റിംഗിൽ നിങ്ങൾ ഇത് ക്യാപ്കട്ടിൽ ഇട്ടാലും വീണിൽ ഇട്ടാലും ഇതൊക്കെ നിങ്ങൾക്ക് കംപ്രസ് ചെയ്യും. സോ നിങ്ങൾക്ക് കംപ്രസ് ചെയ്യാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നോട്ട് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ലാഗാണ്. പക്ഷേ നമ്മൾ ഇത് ഒരു ഫോട്ടോ പോലെ ജസ്റ്റ് അവിടെ ഒരു ഫ്രെയിം വെച്ചിട്ട് നമ്മൾ കളർ കറക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കളർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്ലാറ്റ് ലുക്ക് ഒന്ന് നോർമൽ ആക്കും, എന്നിട്ട് ആ കംപ്രഷൻ ഒഴിവാക്കുന്നതാണ്. സോ അതെങ്ങനെ ചെയ്യാമെന്ന് പറയാം. ആദ്യം നിങ്ങൾ നോട്ട് വീഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് പ്ലസ്സൊക്കെ ഞെക്കിയിട്ട് നിങ്ങൾ മീഡിയ ക്ലിക്ക് ചെയ്ത് വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ടുള്ള പ്ലസ്സൊക്കെ ഞെക്കിയിട്ട് CCയിൽ നിങ്ങൾ ലെറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കസ്റ്റം കൊടുക്കുക. എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അതൊരു സിപ്പ് ഫയലാണ്. നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോൾഡർ കിട്ടും. സോ നിങ്ങൾ ലെറ്റിനകത്ത് കസ്റ്റം കൊടുത്തിട്ട് പ്ലസ്സൊക്കെ ഞെക്കി കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് എന്നുള്ള ആ ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് ഈ കാണുന്ന ഒരു 7-8 MB ഉള്ള ആ ഒരു ഫയൽ ആ ഒരു ലെറ്റാണ്. നമ്മൾ ലൈറ്റ് റൂമിനൊക്കെ പ്രീസെറ്റ് യൂസ് ചെയ്യാറുള്ളൂ, ഒരു ഫിൽറ്ററൊക്കെ അതുപോലത്തെ ഒരു ഫിൽറ്ററാണ്. സോ ഒരു സംഭവം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്ത സമയത്ത് അവിടെ വരും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഫ്ലാറ്റ് ലുക്കിൽ നിന്ന് കുറച്ചും കൂടി നോർമൽ ലുക്കിൽ വരും. സോ എന്നിട്ട് ഫ്ലാറ്റ് ലുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ്സേക്കും ക്ലിക്ക് ചെയ്തിട്ട് ബേസിക് കറക്ഷനകത്ത് പോയിട്ട് നിങ്ങൾ കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി കൊടുക്കുക, സാച്ചുറേഷൻ വേണ്ട രീതിയിൽ കൂട്ടി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫ്രെയിം കുറച്ച് ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാഡോസും ബ്ലാക്സും വേണ്ട രീതിയിൽ കൂട്ടി കൊടുക്കുക. ഭയങ്കര ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പോഷറും ഹൈലൈറ്റും വൈറ്റ്സും നിങ്ങൾ കുറച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോർമൽ ലുക്ക് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഗ്രേഡിങ് വരെ ചെയ്യാൻ പറ്റുന്ന PC-യിൽ വരെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ലെട്ടും ബേസിക് കറക്ഷനൊക്കെ പെയ്ഡ് ആണ്. സോ നിങ്ങൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മോഡ് ആപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ പേ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് 180pയിൽ വെരി ഹൈ ഇട്ടിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. ചെറിയ കട്ടൊക്കെ ആയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ള ഓരോ വീഡിയോ അങ്ങനെ ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ആകുമ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുള്ളൂ. നോർമലി നിങ്ങൾ ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന അതിനേക്കാളും കൂടുതൽ സമയം ഇതിനകത്ത് എടുക്കും. കാരണം ഫിൽമിക് പ്രോ എടുത്തൊരു 1.5 മിനിറ്റുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് 500 MB ഉണ്ടാവും. സോ ഇത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അരമണിക്കൂറൊക്കെ എടുക്കുകയാണ്. ഞാൻ സാധാരണ റീലൊക്കെ അരമണിക്കൂറൊക്കെ എടുക്കാറ്. പക്ഷേ നിങ്ങൾ അത് എക്സ്പോർട്ട് ചെയ്യുന്നത് വേർത്തുണ്ട്. കാരണം അത്യാവശ്യം നമുക്ക് ക്വാളിറ്റി ലോസ് ഇല്ലാതെ കിട്ടും. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്യാപ്കട്ടിൽ അത് നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു കംപ്രഷൻ ഇല്ലാതെ സിമ്പിളായിട്ട് ആഡ് ആവും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്പ്ലിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വെരി ഹൈലിട്ട് എക്സ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് അറ്റ് ഹയസ്റ്റ് ക്വാളിറ്റി നിങ്ങൾ ഓൺ ആക്കി വെക്കുക. എന്നിട്ട് ഞാനിപ്പം വൈഫൈ വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വൈഫൈ അല്ലെങ്കിൽ നെറ്റിൽ നല്ല സ്പീഡുള്ള സമയത്താണ് അങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇത് കാണുന്ന ആളുടെ നെറ്റിൻ്റെ ഒരു സ്പീഡ് അനുസരിച്ച് ഇരിക്കും നിങ്ങളുടെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത്. സോ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫിൽമിക് പ്രോ എന്നാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ 8 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾ നോട്ട് വീഡിയോ ഇട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ക്യാപ്കട്ടിനകത്ത് കംപ്രസ് ചെയ്തിട്ട് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയ ക്വാളിറ്റി ലോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ തലുന്നത്തോടത്തോട് വിളിച്ചപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോ. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.